അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട്, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ എല്ലാ പോരിശ കൊണ്ടും തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ അൻവാർ ഹിഫ്സിൻ്റെ കുടുംബം ദുആയിൽ ഓർക്കണം ചേർക്കണമെന്ന് പറയുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, കമൻറ്റിൽ സന്തോഷം പറയുന്നവർ എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായി ദുൽഹിജ്ജ 29ൻ്റെ പകലിൽ വ്യാഴാഴ്ചയിലാണ് നമ്മളുള്ളത്. കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മഗ്രിബ് വാങ്കോടെ കയറി വരുന്ന രാവിൽ പിറ കണ്ടാൽ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഫസ്റ്റ് വൺ, ആദ്യ രാവ്, ഏറ്റവും ധന്യമായ ഒരു വർഷത്തിലെ സ്റ്റാർട്ടിങ് പ്രഥമ പ്രഗത്ഭരാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനായ വിശ്വാസിക്ക് അല്ലെങ്കിൽ മുസ്ലിമത്തായ ഉമ്മയ്ക്ക് ഇത് കിട്ടിയാൽ കിട്ടുന്ന ലാഭം ഒരു വയസ്സിൻ്റെ മുഴുവൻ, ഒരു കൊല്ലത്തെ മുഴുവൻ ലാഭമാണ്. ഇന്ന് പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് മുഹറം മാസത്തിൻ്റെ പോരിശ കഴിഞ്ഞു പോയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യണം, ഞാൻ അക്കമിട്ടുകൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു പോകാം. നോട്ട് ചെയ്തോളൂ. ആദ്യമായി പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ മുഹറം മാസത്തിൻ്റെ എല്ലാ പോരിശയും ഈ ഒരു കൊല്ലം മുഴുവനും ബറക്കത്ത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് വൺ കാര്യം, ആദ്യമായിട്ട് ഈ ദിക്ർ ചൊല്ലലാണ്. അല്ലാഹു അക്ബർ, اللهم هله علينا بالامن والايمان والسلامه والاسلام ربي وربك الله هلال رشد وخير امنت بالله الذي خلقك امنت بالله الذي خلقك امنت بالله الذي خلقك الحمد لله الذي ذهب بشهر ذي الحجه وجاء بشهر محرم الحمد لله. ഈ ദിക്ർ കൊണ്ട് തുടങ്ങാം. ഈ ഒരു മാസക്കാലം മുഴുവനും നന്മയുടെ പേമാരി വർഷം, പുണ്യങ്ങളുടെ പൂക്കാല വർഷം നമുക്ക് നേരെ ഉണ്ടാകും. ഇത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലണം. പിന്നെ അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം അത് മസ്റ്റായിട്ട് നമ്മൾ ഇന്നത്തെ രാവിലെ ഓതൽ സുന്നത്താണ്. ആ നിയ്യത്തോടുകൂടെ പാരായണം ചെയ്താൽ ഒരു ദിവസത്തേക്ക് ഒരു ആയത്താണ്. അങ്ങനെ 30 ദിവസം മുഹറം മാസം മുഴുവനും ഈ സൂറത്ത്, ഒറ്റ സൂറ ഒരു തവണ ഓതിയാൽ മതി, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു മാസക്കാലം മുഴുവൻ ബറക്കത്ത് കിട്ടാൻ സൂറത്തുൽ മുൽക്ക് സുന്നത്തായിട്ട് നമ്മൾ ഓതണം, പരിഗണിക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം 360 ആയത്തുൽ കുർസി ബിസ്മി ഓതലോടുകൂടെ, എല്ലാറ്റിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ബിസ്മി ഓതുക. 360 കഴിയുന്നിടത്തോളം ഇന്നത്തെ രാവിൽ ഓതി തീർക്കാൻ പറ്റണം. നാളത്തെ പകലുകൂടെയാണ് നമുക്ക് ഓതി തീർക്കാൻ പറ്റുള്ളൂ എന്ന് കരുതി കുഴപ്പമില്ല, കുറേശ്ശെ ഓതിയാലും മതി. ഇനി തീരെ വയ്യാത്തവരും സുഖമില്ലാത്തവരും പ്രായമുള്ളവരും അത്രയും ഓതി തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആയത്ത് കുറിച്ചായിട്ടൊരു ബന്ധം വേണ്ട, പറ്റില്ല. ഒരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ഖുർആനിൻ്റെ ഏറ്റവും അഫ്ളലായ ആയത്ത് വിട്ടിട്ട് കളിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ഒരു വട്ടം, അല്ലെങ്കിൽ ഒരു 11 വട്ടം, ഒരു 33 അല്ലെങ്കിൽ ഒരു 50 വട്ടെങ്കിലും നമ്മൾ ഓതാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി, നേരത്തെ പറഞ്ഞ എണ്ണമാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റാണ്. കഴിയുന്നിടത്തോളം ഓതിയിട്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദ്വാരക്കണം അള്ളാഹുവിനോട്. ഒരു കൊല്ലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാൻ ഇത് മതിയാകും. അത് ഓർമ്മ വേണം, പ്രധാനപ്പെട്ട്. ഇനി പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ഒരു കാര്യം, പരിശുദ്ധമായ മുഹറം മാസം വർഷാരംഭത്തിൽ, അതായത് ഒരു വർഷത്തിൻ്റെ ആദ്യ രാവിൽ തുടക്ക ദിവസത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് 3 വട്ടം ചെയ്യാനുള്ള ദുആയാണ്. ഈ ദുആ ചെയ്താൽ പിശാചും അവൻ്റെ അനുയായികളും പരാജയപ്പെട്ടു പോകും. 2 മലക്കുകളെ അള്ളാഹു ഇത് ഓതുന്നവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉലമാ പറയുന്നത്, അവരുടെ കാവൽ അള്ളാഹു തുറന്നു കൊടുക്കും. പടച്ചോനാ തുറന്നു കൊടുക്കുന്നത്, വലിയ റാഹത്തുണ്ടാകും. ആ ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആ ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫളലികൽ അളീം വജൂദിക വകറമികൽ മുഅവ്വൽ وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفا. ഇതാണ് ആ ദിക്ർ, ഇതാണ് ആ ദുആ. എന്തായാലും പറയുന്നത് ബിസ്മിയും പരിശുദ്ധമായ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും, അള്ളാഹു വലിയ മഹത്വമുള്ളവനാണ്, അവൻ ആദ്യമേ ഉള്ളവനാണ്, എല്ലാറ്റിൻ്റെയും തുടക്കം അവനാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ
ഏറ്റവും പുകഴ്ത്തി നമ്മൾ പറയാം, അള്ളാഹിനെ വർണ്ണിച്ച് പറയാൻ. എന്നിട്ട് ഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ, അല്ലാഹുവേ ഇതൊരു പുതിയ വർഷമാണ്, ന്യൂ ഇയർ ആണ് ഈ മുന്നിട്ട് വന്നിരിക്കുന്നത്. അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി ഔലിയായി. അതുകൊണ്ട് തന്നെ ശൈത്വാന്റെ ഇഷ്ടക്കാർ, അത് മനുഷ്യരിൽപ്പെട്ടവർ, ജിന്നുവർഗത്തിൽപ്പെട്ടത് ആരും ആയിക്കോട്ടെ, പിശാചിന്റെ ആളുകളും, അവരിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ ഇസ്മത്ത്, കാവൽ ചോദിക്കാൻ, സുരക്ഷിതത്വം, രക്ഷ ചോദിക്കുകയാണ്. എൻ്റെ സ്വന്തം മനസ്സിൻ്റെ മോശപ്പെട്ട താല്പര്യങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെയും മനസ്സിന് മോശപ്പെട്ട തെറ്റുകളോട് താല്പര്യം, ചാബല്യം വരും. ആ താല്പര്യത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എന്നിട്ടോ നിന്നിലേക്ക് അടുക്കാനും നന്മ ചെയ്യാനുമുള്ള അതിനുള്ള തൗഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, കഴിയുന്നവരൊക്കെ ഈ ദുആ ആത്മാർത്ഥമായിട്ട് 3 വട്ടം പറയാം. അറിയാത്തവർ നോക്കി ഓതാൻ, അറിയാത്തവർ എന്ത് ചെയ്യുക, എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ല, കൽബ് തുറന്ന് പറയണം, പടച്ചോനെ പുതിയൊരു വർഷം തുടങ്ങാൻ പോവാണ്, നീ വലിയ മഹാനാണ്, നീ ഉന്നതനാണ്, നീ എന്തിനും കഴിവുള്ളവനാണ്, നീ എൻ്റെ പടച്ചവനാണ്, ലോകത്തിൻ്റെ പടച്ചവനാണ്. അതുകൊണ്ട് റബ്ബേ എനിക്ക് പിശാചിൻ്റെയും അവൻ്റെ ഇഷ്ടക്കാരെ തൊട്ടും കാവൽ തരണം. പുതിയ ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ, കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയി, ഇനി അങ്ങനെ ഉണ്ടാകാതെ ഹൈറായ നന്മകൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് ആഫിയത്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാരം നോക്കി. അൽഹംദുലില്ലാ, ഈ ബെനിഫിറ്റ് മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി 5-മത്തെ ഒരു കാര്യം, വർഷാരംഭത്തിൽ നമ്മുടെ ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ പരസ്പരം നമ്മൾ കൈമാറണം. നമ്മുടെ ന്യൂ ഇയർ, വിശ്വാസികളുടെ ന്യൂ ഇയർ എന്ന പരിശുദ്ധമായ മുഹറമാണ്. അപ്പോൾ ഇന്നത്തെ രാവിൽ നമ്മൾ സന്തോഷത്തോടുകൂടെ പരസ്പരം കൈമാറേണ്ട ഈ പരിശുദ്ധമായ മുഹറം 1 കൈമാറേണ്ട ഏറ്റവും വലിയ സുന്നത്താണ് പുതുവത്സരാശംസകൾ നേരുക എന്ന് പറയുന്ന. അത് സുന്നത്താണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരു പുതിയ വർഷത്തിൻ്റെ പുതുവത്സരാശംസകൾ പരസ്പരം നേർന്നാൽ അതിന് കൂലിയുണ്ട്, കൂലി കിട്ടുന്ന കാര്യമാണ്. എങ്ങനെയാണ്? നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്, എങ്കിലും ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ദുആ, മഹാന്മാർ അവർ ഉദ്ധരിക്കുന്ന ദുആ ഇതാണ്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ കുല്ലു ആമിൻ അൻതും ബിഖൈർ. ഈ ദുആ പ്രിയപ്പെട്ടവരെ നമുക്ക് ആശംസയായി പരസ്പരം പറയാവുന്നതാണ്, അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കാം. ഇനി 6-മത്തെ ഒരു കാര്യം നോമ്പാണ്. ഇന്നത്തെ രാവിൽ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ നാളത്തെ പകൽ അൽഹംദുലില്ലാ നമ്മൾ നോമ്പുകാരാകണം. ഞാൻ പറഞ്ഞു, ഇനി പിറ കണ്ടില്ലെങ്കിലോ നാളത്തെ വെള്ളിയാഴ്ചയുടെ പകലെന്താ? പരിശുദ്ധമായ ദുൽഹിജ്ജ 30-ാമത്തെ ദിവസമാണ്. ദുൽഹിജ്ജയുടെ ലാസ്റ്റ് ദിവസവും മുഹറത്തിൻ്റെ ഫസ്റ്റ് ദിവസവും, ഒരു വർഷത്തിൻ്റെ എൻഡിങ് പോയിൻ്റ്, സ്റ്റാർട്ടിങ് പോയിൻ്റ്, ഇത് 2 നോമ്പ് കൂടെ ചേർത്തി ഒരാൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, ആ സുന്നത്തായ ദുൽഹിജ്ജയുടെ അവസാനത്തെ ദിവസത്തെ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് കരുതിയാൽ മതി, സുന്നത്തായ മുഹറമിൻ്റെ ആദ്യ ദിവസത്തെ നോമ്പ് പിടിക്കുന്നു എന്ന് കരുതിയാൽ മതി. തീർച്ചയായിട്ടും നോമ്പ് ഖളാ വിട്ടാനുള്ളവർക്ക് ആ നിയ്യത്തോടെ ചേർത്തി കൊടുക്കാം. അങ്ങനെ കരുതിയാൽ 50 കൊല്ലത്തെ പാപം പൊറുക്കും എന്ന് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കിതാബിൽ കാണാം. വലിയ ഭാഗ്യമാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം ആ നോമ്പ് എടുക്കാൻ പറ്റുന്നവരൊക്കെ നോമ്പെടുക്കുക എന്ന് പ്രത്യേകം പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെ നോമ്പ് മുഅക്കദായ സുന്നത്താൻ, കഴിയുന്നവരൊക്കെ പിടിക്കണം. അള്ളാഹു ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ആല, ഉന്നതമായ സ്വർഗം നൽകുന്ന അമല 10 ദിവസം നോമ്പ് പിടിച്ചാൽ. മുഹറം 9, 10, താസ്വഅ, ആശുറ നമ്മൾ പിടിക്കുന്നവരാണ്. അതിൻ്റെ കൂട്ട് ബാക്കിയുള്ള 8 നോമ്പോടെ ചേർത്തി കൊടുത്താൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാവും, വലിയ ഭാഗ്യം ഉണ്ടാവും. അത് കഴിയുന്നിടത്തോളം പിടിച്ചു കൊടുക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം 113 വട്ടം മനോഹരമായി എഴുതി, കടാസിൽ എഴുതി, അതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിയമങ്ങൾ പാലിച്ച് എഴുതി അത് നമ്മുടെ പോക്കറ്റിലോ നമ്മളുടെ മൊബൈൽ കവറിൻ്റെ ഉൾഭാഗത്തോ ബഹുമാനത്തോടെ ആദരവോടെ സൂക്ഷിച്ചു കൊണ്ട് നടന്നാൽ 1 കൊല്ലം മുഴുവൻ മക്രൂഹായ ഒന്നും ഉണ്ടാവില്ല. മിനിമം എന്ത് ചെയ്യണം? എഴുതുന്നവരും എഴുതാത്തവരും 113 വട്ടം ബിസ്മി ഓതണം. അതിൽ ഒരാളും മാറ്റില്ല. എഴുതാൻ പറ്റാത്തവരും രോഗികളും കഴിയാത്തവരും ഒക്കെ 113 വട്ടം ബിസ്മി ഓതണം. എഴുതുന്നവർ ഓതണം. പിന്നെയോ ബിസ്മിക്ക് ശേഷം പരിശുദ്ധമായ അതിൻ്റെ തവസ്സുൽ ദുആ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനോഹരമായി തവസ്സുൽ ദുആ, അതും മനോഹരമായിട്ട് നമ്മൾ പാരായണം ചെയ്താൽ എന്നിട്ട് ദുആറക്കണം. അൽഹംദുലില്ലാ, ഒരു പേടിയും പേടിക്കണ്ട, ഇസ്സത്തോടെ അഭിമാനത്തോടെ നടക്കാം. അത്ര വലിയ വാക്കാ ബിസ്മി. അതിൻ്റെ പോരിശ മുഴുവൻ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിയുന്നിടത്തോളം. ഇനി 8-മത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പരിശുദ്ധമായ മുഹറത്തിൻ്റെ ആദ്യ രാവ് ഹയാത്താക്കൽ, ഇബാദത്ത് കൊണ്ട് സാധാരണ ഉറങ്ങുന്നത് പോലെ ഉറങ്ങി തീർക്കാതെ, സാധാരണ പോലെ നെവർ മൈൻഡായിട്ട് വിടാതെ ഒന്ന് പരിഗണിച്ചു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ കൂലിയാണ്. കാരണം പ്രത്യേകം ഹയാത്ത് കൊടുക്കൽ, ഇബാദത്ത് കൊണ്ട് ജീവൻ കൊടുക്കൽ സുന്നത്തുള്ള രാവുകളിൽ ഇമാം ഗസാലി റഹിമഹുല്ലാ തങ്ങൾ എണ്ണിയിട്ടുണ്ട്. അവിടുത്തെ ഇഹ്യായിൽ പറഞ്ഞിട്ടുണ്ട് മുഹറമിൻ്റെ ആദ്യ രാവ് കണ്ട. അപ്പം അതിനെ പരിഗണിച്ചു കൊടുക്കണം. ആ രാവിൽ മിനിമം ചെയ്യണം മഗ്രിബ്, ഇശാ, സുബ്ഹ് നിസ്കാരം ജമാഅത്തായി, ആണായാലും പെണ്ണായാലും.
എവിടെ നമുക്ക് കഴിഞ്ഞത്? വീട്ടിലാണോ പള്ളിയിലാണോ? കഴിയുന്നിടത്തോളം ജമാഅത്ത് മുടങ്ങാതെ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവ് മുഴുവൻ ഇബാദത്ത് ചെയ്ത കൂലി നമുക്ക് തരും. ഇനി 9ാമത്തെ കാര്യം, ഈ പരിശുദ്ധമായ ഇന്നത്തെ രാവിൽ പിറ കണ്ടാൽ 2 ഇരട്ടി മധുരം സമ്മേളിക്കും. ഒന്ന് വെള്ളിയാഴ്ച രാവാണ്, ഇന്ന് അസ്തമിച്ചോടെ ഇന്നത്തെ മഗ്‌രിബോടെ വെള്ളിയാഴ്ച രാവ് കയറി വരും. മുഹറമിൻ്റെ പിറ കണ്ടാൽ മുഹറമിൻ്റെ ആദ്യ രാവും. എൻ്റെ റബ്ബേ, ഇത്രയും വലിയ സൗഭാഗ്യം എന്താണ്! ഈ പരിശുദ്ധമായ രാവിൽ ഇജാബത്ത് ഉറപ്പാ, എന്ത് ചോദിച്ചാലും കിട്ടും. ഇമാം ഷാഫി റളിയല്ലാഹു തആല ഖറദീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സംശയമില്ല, ഇസ്കാലില്ല, അവിടെ ഉറപ്പാണ്. ഒന്ന് ദ്വാരക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഒരിക്കലും നടക്കില്ല എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് നമ്മൾ കൽബ് തുറന്ന് ചോദിച്ചാൽ ഉറപ്പാണ് നിങ്ങളെ, പിന്നെ അത് ആവർത്തിക്കേണ്ടി വരില്ല. അത്രയേറെ ബെനിഫിറ്റാണ് ഇന്നത്തെ ഇജാബത്തിന്. അത് പ്രത്യേകം പരിഗണിച്ചു കൊടുക്കണം, നമ്മളൊക്കെ ദ്വാരക്കണം. അതോടൊപ്പം 10ാമത്തെ ഒരു കാര്യം കൂടെ ചേർക്കണം. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, വേണ്ടപ്പെട്ടവർ, അയൽവാസികൾ, ഇവരെ മഹല്ലത്തുകാർ, ഇവരെയൊക്കെ നമ്മൾ ഓർക്കണം. എല്ലാ മുഅ്മിനീങ്ങളും ഓർക്കണം. കാരണം മരണപ്പെട്ടു പോയവരുടെ റൂഹ് അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടെ ജീവിച്ചിരിക്കുന്നവരെ തേടി വരുന്ന പരിശുദ്ധരാവാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? കഴിയുന്നിടത്തോളം അവരുടെ പേരിൽ ഹദിയ കൊടുക്കണം, സ്വതക്ക കൊടുക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, യാസീൻ ഓതണം, ഖുർആൻ ഓതണം, പ്രത്യേകം പരിഗണിച്ചു കൊടുക്കണം. കാരണം നമ്മളാക്കാൻ ഒരുപാട് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ മാറ്റിവെച്ച്, ഉറക്കം മാറ്റിവെച്ച്, ഊണ് മാറ്റിവെച്ച്, രോഗം മറന്ന് നമ്മുടെ കൂടെ നടന്നവരാണ്, നമ്മുടെ പാവപ്പെട്ടവരാണ്, നമ്മുടെ സാധുക്കൾ, നമ്മുടെ കാരണവന്മാർ. അവരെ ഓർക്കണം ഇന്നത്തെ രാവിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുഴുവൻ വല്ലാത്ത ബെനിഫിറ്റ് ഉണ്ടാവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. കഴിയുന്നിടത്തോളം അമലുകളൊക്കെ പരിഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ വർഷം, ഈ വിട പറയുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജ ഏറ്റവും ബറക്കത്തുള്ള ദുൽഹിജ്ജയായി വിട പറയുകയും പരിശുദ്ധമായി കയറി വരുന്ന മുഹറം വിജയകരമായ പുതിയ വയസ്സ്, ഇനി അങ്ങോട്ട് ഇനി ഖബറിലേക്കൊരു വയസ്സുകൂടെ നമ്മൾ കയറി, മരണത്തിലേക്കൊരു വയസ്സുകൂടെ നമ്മൾ അടുത്തു ആണല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അടിമയായി ജീവിച്ച് മരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നും വിട്ടുപോകരുത്, കഴിയുന്നിടത്തോളം ചെയ്യണം. ഓർമ്മ വേണം. ഒരുപാട് സഹോദര സഹോദരിമാർ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, നമ്മൾ അതിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ കുടുംബത്തിൽ അംഗമാകാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. എല്ലാവരെയും ഈ കഫാക്ക് ഇസ്ലാമിക് ചാനലിൻ്റെ ഭാഗമാക്കണം. ദുആ വേണം. അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കട്ടെ. അള്ളാഹു സഹായിക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.